ഏകദേശം 1 സെന്റിന് 20 ലക്ഷം രൂപ വരും. എന്നെ ഒരു രീതിയിലും വിൽക്കാൻ സമ്മതിക്കത്തില്ല. 4 പാടൊന്നും എന്നെ റിയൽ എസ്റ്റേറ്റുകാർ പൂട്ടിയേക്കും. ഇന്ന് എൻ്റെ വീട്ടിലാണെങ്കിൽ ഫുഡ് അപ്പോൾ നമ്മൾ വരും, അഖിലമായിട്ട് ഫുഡൊക്കെ അടിക്കും. അപ്പോൾ പോകും, അടുത്ത ആൾ വേറൊരു വ്യക്തിത്വം വിളിക്കും, ചേട്ടാ എവിടെ ഇന്ന് വീട്ടിലോട്ട് വരണം. നമ്മൾ NRI ആണല്ലേ, നമ്മൾ സ്ഥിരമായി പൊട്ടി പാളീസായി നാട്ടിൽ വന്നപ്പോൾ പിന്നെ നമുക്ക് ആരും വിളിക്കാറില്ല. അപ്പോൾ അറിയാവുന്നതും പോലെ നമ്മൾ അറിയത്തില്ല എന്ന് പറയും. ഞാൻ ഭയങ്കര ഒരു വൈബ് ഇന്റർവ്യൂ പ്രതീക്ഷിച്ച് വന്നിട്ട് ഇമോഷണൽ ആവുന്നൊരു ഇന്റർവ്യൂ. നമുക്ക് ചോദിക്കുമ്പോൾ പറയും ബിരിയാണി മതി എന്ന് പറയും. ഞാൻ നല്ല വാഴയില അങ്ങോട്ട് തുറന്ന്, അത് പച്ച വെളിച്ചെണ്ണ തേച്ച വാഴയില, അതിനകത്ത് നല്ല ചോറും പൊരിച്ച മീനും ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഇച്ചിരി അവിയലും ബീട്രൂട്ട് തോരനും എല്ലാം വെച്ച് പൊതിഞ്ഞ് എൻ്റെ ടേബിളിൽ ഇരിക്കുക. ഞാനതങ്ങോട്ട് തുറക്കുമ്പം എന്തായിരിക്കും സംഭവിക്കുക? താങ്കൾ പാൻറ് വിട്ടുകൊണ്ട് ഇതിനകത്തോട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതാണ്. ഇതിനകത്തോട്ട് കയറി മഴയൊക്കെ കണ്ട് ഇത് കണ്ടപ്പോൾ ഓടിപ്പോയി 250 രൂപ കൊടുത്തൊരു മുണ്ടും വാങ്ങിച്ചു കൊടുത്ത് ഞാൻ നമ്മളൊരു ഫാമിലിയെ പരിചയപ്പെടുത്താം. ഇവിടെ എല്ലാം ചില്ല് ചെയ്യാൻ വരുന്ന ആൾക്കാരാണ്, നല്ല ഫാമിലിയാണ്. ഫുഡ് കഴിക്കാൻ വരുന്നത് എൻ്റെ ഫുഡ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അമ്മ ഓരോരുത്തരും ഇന്ന് അവർ എവിടെ നിന്ന് വന്ന മൈസൂറിൽ നിന്ന് വന്നു. ആ വേഷം കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി, മൈസൂരിയനാണോ? ചെറിയ കുട്ടി ചുബയൊക്കെ ഇട്ടിട്ട് പിന്നെ പറഞ്ഞ മലയാളിയാണ്. എനിക്ക് ആക്ച്വലി ഉള്ളതെന്ന് പറഞ്ഞാൽ 1,75,000 ഫോളോവേഴ്സാണ്. അതിൽ 80% ലേഡീസാണ്. എനിക്ക് ഇതാണെങ്കിൽ സഹോദരി അമ്മമാരൊക്കെയാണ് എന്നെ പ്രൊമോട്ട് ചെയ്ത്. അല്ല, അമ്മ ഉദ്ദേശിച്ച ഈ സ്നേഹം അരിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. അമ്മയ്ക്ക് ശുദ്ധമായ അരിച്ച സ്നേഹം മതി, അരിച്ചു തന്നിരിക്കും. എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ഇനി നിങ്ങൾക്ക് ഒരു മുട്ട പൊരിച്ച് കഴിക്കണമെന്ന് പറഞ്ഞാൽ പോലും നമ്മളിവിടെ ചെയ്ത് തരും. ഇത് ഞാൻ എപ്പോഴും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫീൽ ലൈക്ക് ഹോം, ജസ്റ്റ് ഫീൽ കംഫർട്ടബിൾ. അയ്യോ മെനി ഒരു വാക്ക് അടുത്ത പ്രാവശ്യം നമ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ടോ? ആണോ? ട്വിൻസാണ്, ഐഡൻറ്റിക്കൽ അല്ല അല്ലേ? അതെ, അത് ഭയങ്കര സന്തോഷമായി. അയ്യോ അപ്പോൾ അമ്മമാർക്ക് രണ്ടുപേർക്ക് എൻ്റെ ഒരു ഐസ്ക്രീം ഉണ്ട്, ഇന്ന് കഴിക്കണം. എൻ്റെ ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ, വെയിറ്റ്. ഇനി അതിനകത്ത് ഞാൻ ഒരു മാറ്റം വരുത്തിയെന്ന് പറയുന്നത് ട്വിൻസാണ്. ഇതും ട്വിൻസാണ്. ഇത് എൻ്റെ അമ്മയ്ക്ക്, ഇത് എൻ്റെ അമ്മയ്ക്ക്. ലെഫ്റ്റ് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഈ ട്വിൻസാന്ന് പറഞ്ഞാലും ഒരാൾക്ക് അപ്പോൾ ഒരാൾക്ക് പൊറോട്ടയാണ് ഇഷ്ടം കേട്ടോ. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ച് ഈ ചമ്മന്തി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി. അപ്പം യു ആർ വെൽക്കം. അതിന് ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ. പലർക്കും ഒരു ചോദ്യമുണ്ട്, ഷെഫ് പല സ്ഥാപനങ്ങളും തുടങ്ങുന്നു പൂട്ടുന്നു എന്നുള്ളത് തോന്നലുണ്ട്. എനിക്ക് കൊല്ലത്ത് 24 സെൻറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. കേസിൽ കിടന്നതാണ്. അപ്പോൾ കേസിൽ കിടന്ന സമയത്ത് ഞാൻ ഈ പ്രോപ്പർട്ടി വിൽക്കാൻ ശ്രമിച്ചു. അതിൽ മനസ്സിലാക്കണേ, വിൽക്കാൻ ശ്രമിച്ചപ്പം ഒരു കാരണവശാലും ഇത് വിറ്റ് പോകാൻ ആരും സമ്മതിക്കത്തില്ല. കാരണം ഇത് പ്രോപ്പർ സിറ്റിയിലാണ് കിടക്കുന്നത്. ഏകദേശം 1 സെന്റിന് 20 ലക്ഷം രൂപ വരും കൊല്ലത്ത്. അപ്പം 24 സെന്റ് കിടക്കുക. എന്നെ ഒരു രീതിയിലും വിൽക്കാൻ സമ്മതിക്കത്തില്ല. 4 പാടൊന്നും എന്നെ റിയൽ എസ്റ്റേറ്റുകാർ പൂട്ടിയേക്കുക. എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി അവിടെ ഒരു ഷെഡ് കെട്ടി. എല്ലാം എൻ്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്, നിങ്ങൾ നോക്കി. ഇതേ കണക്കൊരു ഷെഡ് കെട്ടി. എന്നിട്ട് എൻ്റെ ഒരു ആർട്ട് ഡയറക്ടറുണ്ട്, പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു 6 മാസത്തിന് എനിക്ക് ഷെഡ് പൊളിക്കണം. പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അയാൾ ജീവിച്ചിരിപ്പുണ്ട്, ദീപക് എന്നാണ് പേര്. 6 മാസത്തിൽ പൊളിക്കണം, കെട്ടാൻ പറഞ്ഞു. പേര് അയാൾ പറഞ്ഞു ഷെഫ് സ്റ്റോപ്പ്, അതായിരുന്നു ആദ്യത്തെ പേര്. ശരി, ഞങ്ങൾ ഷെഡ് കെട്ടി. അപ്പോൾ ഇതെങ്ങനെങ്കിലും പ്രൊമോട്ട് ചെയ്യണം, എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ കേസ് ജയിച്ച് പ്രോപ്പർട്ടി കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലീഗൽ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നമുക്ക് വിൽക്കാം. കഥ കേട്ടോണം. ആൾക്കാർ പറയുന്നത് അത് പൂട്ടിയെന്നാണ്, പക്ഷെ അത് ആക്ച്വലി പൂട്ടിയതല്ല എന്നുള്ളതാണ്. ഇതെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്. ഞാൻ എന്ത് ചെയ്തു, ലീഗൽ എടുക്കാൻ വേണ്ടി ബാങ്കിൽ കൊടുത്തിട്ട് ഒരു 6 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തു. അപ്പോൾ എനിക്ക് പ്രോപ്പർട്ടി ലീഗലി ഫ്രീ ആയല്ലോ അല്ലേ? ഇനിയിപ്പോൾ വാങ്ങിക്കാൻ വരുന്ന ആൾക്ക് എന്ത് പറയാം, ബാങ്കിൽ പ്രോപ്പർട്ടി ഇരിപ്പുണ്ടെന്ന് പറയാം. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സൈഫ് അലി ഖാൻ്റെ ഫുഡ് ട്രക്ക് വാങ്ങിച്ച്. ഏതാ? ഷെഫ് എന്ന് പറയുന്ന ഹിന്ദി പടത്തിൽ. ഞാൻ നേരെ ബോംബെക്ക് പോയി, അവിടെ ചെന്ന് അവരെ അടിച്ച് മണ്ട ഇറക്കി. അവിടുന്ന് ആ ഫുഡ് ട്രക്ക് ഓടിച്ച് ഗോവ വഴി ഞാൻ നേരെ കൊല്ലത്ത് കൊണ്ടുവന്നു. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ ഫുഡ് ട്രക്കുണ്ട്. കൊണ്ടുവന്ന് അപ്പോഴത്തേക്ക് മനോരമ ഇതൊരു ഫുൾ പേജ് ന്യൂസാക്കി. മനസ്സിലായി? ബോളിവുഡിൽ നിന്നും കൊല്ലത്തേക്ക് ഷെഫ് എന്ന് പറഞ്ഞ സിനിമയിലെ ട്രക്ക് വന്നു എന്നും പറഞ്ഞു. അപ്പോൾ ഫുഡ് ട്രക്കുള്ള ഒരേ ഒരു റെസ്റ്റോറൻറ്റ് പ്രോഗ്രാം കയറി ഭയങ്കര ഹിറ്റായി. ഇതേപോലെ അന്യായ ജനക്രൗഡായി. 6-ാം മാസം ഞാൻ പ്രോപ്പർട്ടി വിറ്റ്.
എൻ്റെ ബാധ്യതയുടെ ഒരു 90% ഞാൻ ക്ലിയർ ചെയ്തു. ഇനിയിപ്പോൾ എൻ്റെ ചോദ്യം അഖിലിനോട്, ഞാൻ പൂട്ടിയതാണോ ഞാൻ വിറ്റതാണോ? അതിനുശേഷം ആ വാങ്ങിച്ച ആൾ എനിക്ക് വീണ്ടും ഒരു 10 സെൻറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടിയും, കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ വാങ്ങിക്കുക എന്ന് പറയുന്നത് എനിക്ക് നല്ല റേറ്റ് കിട്ടിയാൽ കൂടെ അടുത്തൊരു 10 സെൻറ്റ് പ്രോപ്പർട്ടി അവിടെ നിന്ന് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരെയായിട്ട് കിട്ടും. അവിടെയും ഞാൻ ഇതേ കണക്ക് സെറ്റ് ഇട്ടിട്ട് ഞാൻ വിൽക്കാൻ തന്നെ സെറ്റിട്ട് ആ പ്രോപ്പർട്ടി എനിക്കൊരു ചുളുവിനാണ് കിട്ടിയത്. അപ്പം ആ പ്രോപ്പർട്ടി സെറ്റ് ഇട്ടപ്പം അവിടെ വില്ലനായിട്ട് വന്നത് കൊറോണ ആയിരുന്നു. ഞാൻ പെട്ട്. അപ്പോൾ കൊറോണ വന്നതോടുകൂടി വീണ്ടും അതിനൊരു ലാഗ് അടിച്ച്, ഇല്ലെങ്കിൽ അത് ഞാൻ 6 മാസത്തിൽ തട്ടിയാണ്. അതിപ്പോൾ റീസെൻ്റ്ലി ഞാനത് വിറ്റു. വീണ്ടും എൻ്റെ ചോദ്യം, ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ ഒരു 2 കോടി രൂപയിലോ 1.5 കോടി രൂപയുടെ മുതൽ ഞാൻ ഇട്ടിട്ട് ഞാൻ അവിടെ ഇപ്പോൾ 20,000, 30,000, 50,000 രൂപയ്ക്ക് ഞാൻ വരുമാനത്തിന് ഇരിക്കുക എന്ന് പറയുന്നത് ഞാൻ മണ്ടനായിട്ടല്ല. അപ്പോൾ എൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ആക്ച്വലി അവിടെ ഒരു വില്ലനായിട്ട് വന്ന കൊറോണയാണ്. ഇല്ല, അതിന് മുമ്പേ ഞാൻ സോൾവ് ചെയ്തത്. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ട്രോപ്പിക്കൽ ടൊഡി ലോഞ്ച് കൊണ്ടുവരണം. പിന്നെ എനിക്ക് ഫുഡ് ഫെസ്റ്റിവലുകൾ ചെയ്യണം. ഫുഡ് ഫെസ്റ്റിവൽ ചെയ്ത് ആണ് ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ടോക്ക് ഷോസ് ഉണ്ട്, എൻ്റെ ടോക്ക് പ്രോഗ്രാംസ് ഉണ്ട്. എനിക്ക് ദൈവാനുഗ്രഹിച്ച് തെറ്റില്ലാത്ത ഫീസ് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇന്ത്യയിൽ പലയിടത്തും, മുംബൈ, അതിൽ തന്നെ നാസിക്, ഇപ്പോൾ ഞാൻ മുംബൈ പോകുന്നുണ്ട്, ചെന്നൈ, ബാംഗ്ലൂർ, എല്ലാ സ്ഥലത്തും ഞാൻ ടോക്ക് ഷോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പം കേരളത്തിൽ തന്നെ പല കോളേജസുകളിലും ഞാൻ ടോക്ക് ഷോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇത് മോട്ടിവേഷനൊന്നും അല്ല, എൻ്റെ ലൈഫ് ഹിസ്റ്ററി തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ കള്ളത്തരമായിട്ട് ഒന്നും മറച്ചിട്ടില്ല. എന്നെ പറ്റി ഗൂഗിളിൽ അടിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും അല്ലേ. അപ്പം എനിക്ക് കേരളീയൻ വിഭവങ്ങൾ, അപ്പം നാട്ടിൽ വന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഞാൻ കേരളീയൻ വിഭവങ്ങളിൽ കയറി പിടിച്ചതെന്ന് പറഞ്ഞാൽ, അമ്മ മരിച്ചു പോയിട്ട് 20 വർഷമായി. അപ്പം നാട്ടിൽ വന്നപ്പോൾ ആകെ ഞാൻ മിസ് ചെയ്തത് കേരളത്തിൻ്റെ അമ്മയുടെ ഫുഡാണ്, മാതൃത്വത്തിൻ്റെ രുചിക്കൂട്ടുകളാണ്. എൻ്റെ അമ്മച്ചി മരിക്കുന്നതിന് മുമ്പെന്ന് പറഞ്ഞാലോ, ഇല്ലെങ്കിൽ മരിച്ചതിന് ശേഷമെന്ന് പറഞ്ഞാലോ, ഞാനില്ല NRI ആയതുകൊണ്ട് പകല് വിളിക്കും, അണ്ണാ എവിടെ ഉണ്ട്, ഇന്ന് എൻ്റെ വീട്ടിലാണേ ഫുഡ്. അപ്പോൾ നമ്മൾ വരും, അഖിലുമായിട്ട് ഫുഡൊക്കെ അടിക്കും. അപ്പോൾ പോകും, അടുത്ത ആൾ വേറൊരു വ്യക്തിത്വം വിളിക്കും, ചേട്ടാ എവിടെ, ഇന്ന് വീട്ടിലോട്ട് വരണം. നമ്മൾ NRI ആണല്ലോ, ഇല്ല ഏതാ പറയുന്നത്, ഇല്ല പല സിനിമകളിലും കണ്ടിട്ടില്ലേ. നമ്മൾ സ്ഥിരമായി പൊട്ടി പാളീസായി നാട്ടിൽ വന്നപ്പോൾ പിന്നെ നമുക്ക് ആരും വിളിക്കാറില്ല. അപ്പോൾ അറിയാവുന്നതും പോലും നമ്മൾ അറിയത്തില്ല എന്ന് പറയും, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മയുടെ ഫുഡ്, വൈഫ് തമിഴാണ്, ഞാൻ പറഞ്ഞതാണ്, ഞാനെന്തോ ഇത് അമ്മച്ചിയുടെ ഫുഡ് റീക്രിയേറ്റ് ചെയ്യാൻ പറയും. തേങ്ങ അരച്ച മീൻകറി, കടുക് വറുത്ത ചമ്മന്തി, ഇതെല്ലാം റീക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ചെറിയൊരു ടക്ക് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു മോളിനകത്ത്. അത് നല്ല ഹിറ്റായി, എൻ്റെ ഫുഡ് ഹിറ്റായി. ഞാൻ എന്തോ ചെയ്ത് മായം കലർത്താത്ത ഫുഡ് കൊടുക്കാണ്. ഇപ്പോൾ എൻ്റെ ഒരു വളർച്ചയ്ക്ക് കാരണവും ചിലപ്പം മായം കലർത്താതെ ജനങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതാവാം, മനസ്സിലായി, എൻ്റെ വളർച്ചയ്ക്ക് കാരണം. ബാക്കിയുള്ളവരുടെ കാഴ്ചപ്പാട് നമുക്കറിയില്ലല്ലോ. അങ്ങനെ അത് കണക്ട് ചെയ്താണ് ഗവർണറിനെ പരിചയപ്പെടുന്നത്. കേരളത്തിലുള്ള പല സെലിബ്രിറ്റി, ഫിലിം ആക്ടേഴ്സ് എല്ലാം, ഫ്രട്ടേണിറ്റീസ് എല്ലാം ഒരു കഞ്ഞിയുടെ ഫോർമാറ്റിലാണ് പോയത്. ഇപ്പോൾ എന്നെ പല TV ഷോസിൽ എത്തിച്ചത് എല്ലാം എൻ്റെ കേരളത്തിൻ്റെ, എൻ്റെ അമ്മയുടെ രുചിക്കൂട്ടുകളാണ് അല്ലേ. അപ്പോൾ ആ രുചിക്കൂട്ടുകൾ, ഇപ്പോൾ ഇന്ന് താങ്കൾ ഇവിടുന്ന് കഴിക്കുന്ന ചമ്മന്തി, പലരും ചോദിക്കാറുണ്ട് ഷെഫിൻ്റെ ചമ്മന്തി ഇത്രയും വലിയ സംഭവമാണോ എന്ന്. ഞാൻ അഖിലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് തരുന്നത്. അഖില് ലൈഫിൽ കഴിച്ച വൺ ഓഫ് ദ ബെസ്റ്റ് ചമ്മന്തി എൻ്റെ അടുക്കളയിൽ നിന്ന് ഞാൻ അടിച്ചു ചെയ്തു. അഖിലിന് ഈ ലൈഫിൽ കഴിച്ചിട്ടുള്ള ഏത് ഫുഡും അതിന് 1% ഞാൻ ടോപ്പിലായിരിക്കും. ഇത് പറഞ്ഞു തരുന്ന ആരെങ്കിലും ഈ കേരളത്തിലുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു അമ്മമാരോടും മത്സരിക്കില്ല. കാരണം എന്നെ തോൽപ്പിക്കാനോ ഇല്ലെങ്കിൽ എന്നെക്കാട്ടിയും ബെറ്ററായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ അമ്മമാർ മാത്രമാണ്. അതല്ലാത്ത പക്ഷം താങ്കൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അത് ഞാൻ പ്രിപ്പയർ ചെയ്ത് താങ്കളുടെ ടേബിളിൽ ഫ്രണ്ട്. അത് പന്നിയായാലും ശരി, അത് പോത്തായാലും ശരി, അത് ഫുഡായാലും ശരി, അതൊരു ചമ്മന്തി ആയാലും ശരി, ഇനി കഞ്ഞി ആയാലും ശരി. ആ കഞ്ഞി ഇന്ന് 1500 കിലോ ഞാൻ ഒരു മാസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരു സോഷ്യൽ മീഡിയ ഗിമ്മിക്സും ഇല്ല. ഒരു പ്രാവശ്യം ആ കഞ്ഞി കുടിച്ചാൽ ബേസിക്കലി നമ്മൾ ഡയബറ്റിക് ആണെങ്കിൽ നമ്മൾ ഡയബറ്റിക്കിൻ്റെ ഗുളിക കഴിക്കണ്ട. നമുക്ക് ഒബേസിറ്റി ഉണ്ട്. ഞാൻ 105 കിലോ ആയിരുന്നു. എൻ്റെ ബോഡിയെ മൊത്തം ഞാൻ റിഫൈൻ ചെയ്തു. അപ്പോൾ നിങ്ങളെ കൂട്ടത്തിരിക്കുന്ന ആരുമായിട്ട് ഞാൻ പഞ്ച് പിടിച്ചാലും ഞാൻ നിങ്ങളെക്കാട്ടിയും പവർഫുള്ളാണ്. അല്ല, ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ജിമ്മിൽ പോകാറില്ല, ഞാൻ രാവിലെ എണീറ്റ് ഓടാറില്ല. കാരണം ഞാൻ റെഫറൻസ് എടുക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്. അഖില് കുതിരയെ കണ്ടിട്ടുണ്ടോ? കുതിര രാവിലെ 2 മണിക്കൂർ ഓടാൻ പോകും ഇല്ല. ഇപ്പോൾ നിറയെ പുല്ലാണെന്ന് വെച്ചോ. അപ്പോൾ കുതിര വന്നിട്ട് അഖിലിൻ്റെ അടുത്ത് പറയാം, അഖിലേ നമുക്കിന്നൊരു 20 കിലോ പുല്ല് തന്നിട്ട് നാളെ രാവിലെ 2 മണിക്കൂർ ഓടാൻ പോകണം.
ഒരിക്കലും ചെയ്യാറില്ല. ഉണ്ടോ? ഇല്ല. ഇല്ല. പക്ഷേ കുതിര ഭയങ്കര സെക്സി അല്ലേ? അതെ. എന്താ സ്റ്റൈലിഷാണ് കാണാൻ അല്ലേ? നേച്ചറാണ് എടുക്കുന്നത്. ഇനി സിംഹം, താങ്കൾ സിംഹമാണെന്ന് കരുതുക. താങ്കൾ വന്നിട്ട് പറയും ആ ബഫലോയുടെ കാലിന്ന് ഒരുപാടായിപ്പോയി, 2 മണിക്കൂർ നടന്നിട്ട് പോയി കിടക്കാം. ഇല്ല. ഉണ്ടോ? പക്ഷെ സിംഹം നടന്നു വരുന്ന കണ്ടിട്ടില്ലേ അതിൻ്റെ ബോഡി സ്ട്രക്ചർ. അപ്പോൾ എന്താ വിഷയം? കറക്റ്റ് പ്ലാൻഡ് ആയിട്ട് ഫുഡ് കഴിച്ചാൽ അനാട്ടമി ഓട്ടോമാറ്റിക്കലി സെക്സി ആയിരിക്കും. ആ പ്ലാൻഡ് ഫുഡ് ഈറ്റിംഗ് ആണ് പ്രോപ്പർ എഡ്യൂക്കേഷൻ. ഇവിടെ ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ 200 രൂപ കൊടുത്തു, എൻ്റെ മൂക്കിന്ന് വരുന്നിടം വരെ ബിരിയാണി കിട്ടണം, ഇല്ലേ ക്വാണ്ടിറ്റി ഇല്ല. നമ്മൾ ആരെ തോൽപ്പിക്കാനാണോ? നമ്മളൊരു ബിരിയാണി കഴിക്കുമ്പോൾ 150 ഗ്രാം ചിക്കനും 100 ഗ്രാം റൈസും 250 ഗ്രാം നമ്മളെ ഉള്ളിച്ചേർന്ന്. ഇവിടെ ഓരോ ബിരിയാണിയും സെർവ് ചെയ്യുന്ന 1 കിലോയാണ്. അങ്ങനെ ഒന്ന് കണക്കൂട്ടി നോക്കി. താങ്കളുടെ ടേബിളിലേക്ക് ഫുഡ് വരുമ്പം അത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു 500 ഗ്രാം ഞാൻ തിന്നാൻ പോവാം. അപ്പോൾ ഒരു 100 ഗ്രാം ഇത്, 50 ഗ്രാം ഇത്, 10 ഗ്രാം ഇത് എന്ന് പറഞ്ഞ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഈ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയും നമ്മളെ തോട്ട് പ്രോസസ്സ് എല്ലാം വാട്ട് യു ഈറ്റ് ഈസ് വാട്ട് യു ആർ. കറക്റ്റ് അല്ലേ? ആ പ്ലാനിങ് ആണ് ഞാൻ എല്ലാ റെസ്റ്റോറൻറ്റുകളിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളൊരു ഫുഡ് സെർവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ബെനിഫിറ്റ് നോക്കി തന്നെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. പലപ്പോഴും ഈ അൽഫാം അല്ലെങ്കിൽ അങ്ങനത്തെ ഫുഡ്സ് ഒന്നും ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. ഇല്ല. അതിൻ്റെയൊക്കെ കാരണം ഇത് തന്നെയാണ്. അല്ലല്ല, ഞാൻ 30 വർഷത്തോളം അറബി നാട്ടിൽ ജീവിച്ച ഒരാളാണ്. ചൈനയിൽ തന്നെ 5 വർഷം ഉണ്ടായിരുന്നു. എനിക്കിവിടെ കിട്ടുന്നത് അറബിക് ഫുഡ് അല്ലാന്ന് എനിക്കറിയാം. എനിക്കിവിടെ കിട്ടുന്നത് ചൈനീസ് ഫുഡ് അല്ലാന്ന് എനിക്ക് അറിയാവുന്ന മോമോസ് എൻ്റെ അടുത്തുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, അറിയാവുന്നത്. ബാക്കി ഒന്നും അതല്ല. ഇപ്പോൾ താങ്കൾ കഴിക്കുന്ന സ്റ്റേക്ക്, ബഫല്ലോ സ്റ്റേക്ക് എന്ന് പറയുന്ന സാധനം, ഇല്ല ബർഗർ എന്ന് പറയുന്ന സാധനം, താങ്കൾ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ള രാജ്യങ്ങളിൽ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ കാറ്റിൽ ഫാമുണ്ട്. ഈ കാറ്റിൽ ഫാമിൽ അകിൽ ഫീഡ് ചെയ്യുന്നത് ഒരു ഫുഡാണ് എല്ലാവർക്കും. ഒരു പ്രായത്തിൽ പശുവിനെ വാങ്ങിക്കുകയോ ബഫലോയെ വാങ്ങിക്കുകയോ ഒരേ ഫുഡ് കൊടുത്ത്, ഒരേ സമയത്ത് വെള്ളം കൊടുത്ത്, ഒരേ ടൈം ടേബിൾ അവരെ ഉറക്കി. അപ്പോൾ ഒരേ മീറ്റ് വാല്യൂ ആണ് എല്ലാത്തിനും. ആണോ അല്ലയോ? അപ്പം അവരുടെ 100 ബർഗറിന് ഒരേ ടേസ്റ്റാണ്. ഇവിടെ അങ്ങനെ ഏത് കാറ്റിൽ ഫാമാണ് ഉള്ളത്? ഇവിടെ ബാബുവണ്ണൻ്റെ പശുവിനൊരു സ്വഭാവം, തുളസി അണ്ണൻ്റെ പോത്തിനൊരു സ്വഭാവം. ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അരച്ച് ബർഗർ ഉണ്ടാക്കി തന്നാൽ കഴിക്കുന്ന താങ്കൾക്ക് ഏറ്റവും വൃത്തികെട്ട സ്വഭാവമായിരിക്കും. അത് പാടില്ല. കറല്ലേ? നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ മീറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക്സ് ഇന്ന് കുത്തിവയ്ക്കുന്നത് മനുഷ്യരിലല്ല, മൃഗങ്ങളിലാണ്. ആണോ? ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ അവരുടെയൊക്കെ മീറ്റ് വാല്യൂ എന്തായിരിക്കും? അത്രയും പോയ്സണസ് അല്ലേ? ചുമ്മാ ചിന്തിച്ച് നോക്കി. കറക്റ്റ് അല്ലേ? കോഴി ഫാമിലൊക്കെ മരുന്നടിച്ചങ്ങ് ഇടുക. എന്തിനാ? കോഴി ചത്തുപോയ ലോസായില്ലേ? നേരെ മറിച്ച് ഫോറിൻ കൺട്രീസിൽ അവരതെല്ലാം കറക്റ്റായിട്ട് ഇൻക്യുബേറ്റ് ചെയ്ത് പ്രൊഡക്ഷൻ നോക്കി ആ മീറ്റിനൊക്കെ ഭയങ്കര ടേസ്റ്റാടും. അത് കഴിച്ചിട്ട് ഞാനിവിടെ വന്നിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഖിലിപ്പോൾ US-ലാണെന്ന് വരിക, US-ൽ താങ്കളോട് വരുമ്പോൾ ഞാൻ താങ്കൾക്ക് ഒരു ക്യാപ്പച്ചീനോ തരുന്നു. അപ്പോൾ താങ്കൾ US-ലെ ക്യാപ്പച്ചീനോ കുടിച്ചിട്ട് അവിടെ വരുന്നത്, എന്നിട്ട് താങ്കൾക്ക് ഒരു സ്റ്റേക്കും തരും. താങ്കൾ തിന്നിട്ട് കൊള്ളാം. നേരെ മറിച്ച് നല്ല മുളകിട്ട മീൻകറി, നല്ല കപ്പയും, നല്ല ചമ്മന്തി, നല്ല ദോശയും, നല്ല ഒരു ഗ്ലാസ് സ്നേഹവും കൂടെ വിളമ്പിയാണ് ഈ US-ലിരിക്കുന്ന തൊഴുത്. എനിക്ക് ഇന്നലെയും വന്ന് ലണ്ടൻകാരൻ ഉമ്മയും തന്നിട്ട്. എനിക്ക് കൂടുതലും വരുന്ന NRIs. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളെല്ലാം ലോങ് ചെയ്യുന്നത് മാതൃത്വത്തിൻ്റെ രുചിയാണ്. ഈ അമ്മ വീട്ടിലുള്ളിടത്തോളം കാലം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയില്ല. കുത്തരിച്ചോറും കാന്താരി ചമ്മന്തിയും ചക്ക അവിയലും ഏത്തയ്ക്ക പുളിശ്ശേരിയും കട്ട തൈരും ചെറിയ ഉള്ളിയും കാന്താരി മുളകും എല്ലാം കൂടെ മേശപ്പുറത്തോട്ട് വെച്ചാൽ വായിൽ കൂടെ വെള്ളം വരും. ഇല്ലേ? നമുക്ക് ചോദിക്കുമ്പോൾ പറയും ബിരിയാണി മതി എന്ന് പറയും. ആ സമയത്ത് താങ്കൾ ബിരിയാണി അങ്ങോട്ട് ഓർഡർ ചെയ്തു, താങ്കൾക്ക് ചിക്കൻ ബിരിയാണി മതി. ഞാൻ നല്ല വാഴയില അങ്ങോട്ട് തുറന്ന്, അത് പച്ച വെളിച്ചെണ്ണ തേച്ച വാഴയില, അങ്ങനെ വേണം ഇത് വാട്ടാൻ. വാട്ടിയിട്ട് അതിനകത്ത് നല്ല ചോറും പൊരിച്ച മീനും ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഇച്ചിരി അവിയലും ബീട്രൂട്ട് തോരനും എല്ലാം വെച്ച് പൊതിഞ്ഞ് എൻ്റെ ടേബിളിൽ ഇരിക്കുക. ഞാനതങ്ങോട്ട് തുറക്കുമ്പം എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ അതിലേക്ക് പോയി. അപ്പൊ ബിരിയാണി വാങ്ങിച്ച അകല് ശശിയായില്ലേ? മലയാളികളുടെ തെറ്റിദ്ധാരണയാണ് നമ്മളെ മുണ്ട്. ഇപ്പൊ താങ്കൾ തന്നെ പാൻറ് ഇട്ടുകൊണ്ടാണ് അല്ലേ? ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് മുണ്ടിനോട് പ്രണയം തോന്നും. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കറുത്ത മുണ്ട് എടുത്ത് കിടക്കുന്നത്. എന്ത് കറുത്ത മുണ്ട് കൊടുത്താൽ എന്താ പ്രശ്നം? കറുപ്പിന് എന്താ പ്രശ്നം? ലോകത്തിലെ ഏറ്റവും വലിയ അഴക് കറുപ്പാണ്. നമ്മളെ ദൈവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കറുപ്പാണ്. കറുപ്പിന് എന്താ പ്രശ്നം?
നമുക്ക് ഇപ്പോൾ താങ്കൾ പല പോസ്റ്റേഴ്സും കാണണം നാട്ടിലുള്ള പല ഫ്ലെക്സുകൾ വലിയ ബോർഡുകൾ കാണണം. ജിമ്മ്, ബ്യൂട്ടി പാർലർ എല്ലാം ഫോറിൻ ലേഡികളെയും ഫോറിൻ ആണുങ്ങളെയാണ് കാണിക്കുന്നത്, ജിമ്മിൽ ഉൾപ്പെടെ. നമ്മുടെ നാട്ടിലെ സോമേണനെ കാണിച്ചാൽ എന്താ പ്രശ്നം? അല്ലേ? നമ്മളെ പരസ്യത്തിനകത്ത് നമ്മളുടെ കൾച്ചർ നമ്മളതിനെ എലിവേറ്റ് ചെയ്യണം. അതിന് നമുക്ക് എല്ലാവർക്കും റോളുണ്ട്. ഞാനതാ പറഞ്ഞ എന്തുകൊണ്ടാണ് താങ്കൾ മുണ്ടിലേക്ക് മാറിയത്? ആ, താങ്കൾ പാൻറ് വിട്ടുകൊണ്ട് ഇതിനകത്തോട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതാണ്. ഇതിനകത്തോട്ട് കയറി മഴയൊക്കെ കണ്ട് ഇത് കണ്ടപ്പോൾ ഓടിപ്പോയി 250 രൂപ കൊടുത്തൊരു മുണ്ടും വാങ്ങിച്ചു കൊടുത്ത് ഞാൻ എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം ബേസിക്കലി ഞാൻ ഷെഫ് കോസ്റ്റ്യൂമിൽ അല്ലെങ്കിൽ എപ്പോഴും കറുത്ത മുണ്ട്. ഞാനൊരു ഭയങ്കര അയ്യപ്പ ഭക്തനാണ് ആക്ച്വലി. കാരണം അതും ഭയങ്കര ഒരു സ്റ്റോറി ലൈനാണ് എൻ്റെ ലൈഫിൽ. അങ്ങനെ ഞാൻ താങ്കളെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അറിഞ്ഞാണോ അറിയാതെയാണോ ഇദ്ദേഹം കറുത്ത കൊണ്ടും വാങ്ങിച്ചുകൊണ്ട് വന്നതെന്നുള്ളത് ഞെട്ടിപ്പോയി. ഇവിടെ വന്നപ്പോൾ അതാണ് ഉചിതം എന്ന് തോന്നുന്നു. ഇപ്പം എൻ്റെ പ്രോൺസ് റോസ്റ്റ് ഉണ്ട്. പലരും പറയും പ്രോൺസ് വെന്തില്ല എന്ന് പറയും. കാരണം എന്താ? ഇവിടെ പ്രോൺസ് എന്ന് പറയുന്നത് അവർ കരിച്ച് പ്രോൺസ് ഇങ്ങനാവും. പ്രോൺസ് വാലും തലയും ടച്ച് ചെയ്യുമ്പോൾ കുക്ക്ഡായി. ഇല്ലെങ്കിൽ ഒരു പൊരിച്ച മീൻ എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ വെളിയിൽ ചാടി മറ്റേ ശ്മശാനത്തിൽ കൊണ്ടുപോയിക്കുന്ന നടക്ക് അതിൻ്റെ പെടലിയൊക്കെ ഇങ്ങനെ അങ്ങ് ഒടിഞ്ഞ് അല്ലേ? വാഴയില നമുക്കൊരു ശരീരം പൊള്ളിയാൽ പോലും വാഴയിലയിലാണ് പൊതിഞ്ഞുകൊണ്ട് പോകുന്നത്.